ജയറാമേട്ടൻ്റെ തിരിച്ചുവരവ്, മിഥുൻ മാനുവലിൻ്റെ പടം, മമ്മൂക്ക ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് എബ്രഹാം ഹൗസ്ലർ. മമ്മൂക്ക ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ പടം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഥ ആദ്യം ചുരുക്കി പറയാം. നമ്മൾ നേരത്തെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഈ പടത്തിൻ്റെ. ഒരു നഗരത്തിലെ ഒരു സീരിയൽ കില്ലർ രൂപം കൊള്ളുന്നു. അതിനുശേഷം അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊരു പോലീസുകാരൻ വരുന്നു. ശേഷം എന്തെന്നുള്ളതാണ് സിനിമയുടെ ഓവറോൾ സ്റ്റോറി. അപ്പോൾ പടത്തിൻ്റെ പോസിറ്റീവ്സ് ആയിരുന്നു തുടങ്ങാം. ജയറാമേട്ടൻ ഇതുവരെ നമ്മൾ കാണാത്തൊരു ജയറാമേട്ടൻ, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു ബിഹേവിയറും ഫ്രഷ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും ഫ്രഷ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ആയിട്ട് ആളിൽ നിന്ന് നോക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നായകവേഷം അതാൾ ഭയങ്കര നീറ്റായിട്ടും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവരവരുടേതായ വേഷങ്ങൾ വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നീറ്റായിട്ടുള്ള പെർഫോമൻസ് എല്ലാവരും. അതിലെടുത്ത് പറയേണ്ടത് ജഗദീഷ് ചേട്ടൻ, അർജുൻ അശോകൻ, അനശ്വര, അതേപോലെ തന്നെ ഫ്ലാഷ് ബാക്കിൽ വരുന്ന കുറച്ച് പിള്ളേരെ ഭയങ്കര രസമായിരുന്നു. ഞാൻ അഫ്കോഴ്സ് മമ്മൂക്ക ഭയങ്കര ആവറേജ് ആയിരുന്നു. സിനിമയ്ക്ക് ഒരു അപ്ലിഫ്റ്റ് വന്നത് തന്നെ മമ്മൂക്കൻ്റെ ഇൻട്രോയ്ക്ക് ശേഷം ഒരു അടിപൊളി ഇൻട്രോ വിത്ത് തന്നെയാണ് സ്ക്രീൻ പ്രസൻസ്. മമ്മൂക്ക തന്നെ ചെയ്യണം ഒട്ടും നിർബന്ധമില്ലാത്ത റോൾ. പക്ഷെ മമ്മൂക്ക ചെയ്തപ്പോൾ ആ ഒരു കഥാപാത്രത്തിനും ആ സിനിമയ്ക്കും ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. അത് നല്ല രീതിയിൽ സിനിമയ്ക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് മിഥുൻ മാനുവലിൻ്റെ ഡയറക്ടർ ടച്ച് ഭയങ്കര ആവറേജ് ആയിട്ടായിരുന്നു ഒരു സ്ക്രിപ്റ്റിന്. മിഥുൻ മാനുവലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് പടം പോകും. അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് നല്ല വർക്കായിരുന്നു. പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രാഫി ഈ രാത്രി സീനുകളൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാം. ഈ പടത്തിൻ്റെ ഒരു മൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മ്യൂസിക് തന്നെ ഓവറോൾ സ്കോർ ഭയങ്കര രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടൈറ്റിൽ കാർഡ് ഇടുന്ന സമയത്ത് റൈസ് ചെയ്ത് വരുന്നൊരു മ്യൂസിക് ഗംഭീരമായിരുന്നു. അതേപോലെ തന്നെ മമ്മൂട്ടീൻ്റെ ഇൻട്രോൻ്റെ ടൈമിലുള്ള ഒരു മ്യൂസിക് അടിപൊളിയായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് വേഗത്തിൽ പെട്ടെന്ന് പടം കഴിഞ്ഞൊരു ഫീൽ തോന്നി. അത് ആക്ച്വലി നല്ലതാണ്, ഒരു പോസിറ്റീവ് ഫീൽ വന്നത്. അപ്പോൾ എന്താണ് പടത്തിൻ്റെ നെഗറ്റീവ് എന്ന് ചോദിച്ചാൽ ഭയങ്കര വീക്കായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. എഴുത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കാണ്ട് കംപ്ലീറ്റ് ടെക്നിക്കൽ സൈഡിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം പിടിച്ചു നിന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫൊക്കെ ചില സീനുകൾ വരുന്നവർ ഭയങ്കരമായിട്ട് ബോറടിച്ചു. മുമ്പും കണ്ട ഒരു സംഭവങ്ങൾ തന്നെ കയറി വരുന്നൊരു ഫീലായിരുന്നു. അതേപോലെ ജയറാമേട്ടൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തെങ്കിലും ജയറാമേട്ടന് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സീൻ ഇല്ലാത്തോ അല്ലെങ്കിൽ ഒരു മാസ് എലിവേഷൻ സീൻസ് ഒന്നും ആൾക്കങ്ങൾ കേൾക്കാത്ത പോലെ ഒരു ഫീൽ തോന്നി. പ്രത്യേകിച്ച് മമ്മൂക്ക കൂടി വന്നപ്പോൾ ജയറാമേട്ടൻ അങ്ങോട്ട് ഡൗൺ ആയി. നായകൻ എന്നുള്ള സ്ഥാനത്തേക്ക് മമ്മൂക്ക കയറിയ പോലെ ഒരു ഫീലായിരുന്നു. അതിനേക്കാൾ ഇമോഷണൽ കണക്ഷൻ ഇത്തരത്തിലൊരു സിനിമയാവുന്ന സമയത്ത് കൊല്ലുന്ന ആളുടെ അടുത്തോ കൊല്ലപ്പെടുന്ന ആളുടെ അടുത്തോ ഏതെങ്കിലും ഒരു ഭാഗത്തിനോട് കാണുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ വരണം. ഇത് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻസ് ഒന്നും എനിക്ക് പേഴ്സണലി ഒട്ടും ഫീൽ ചെയ്തില്ല. അപ്പോൾ മൊത്തത്തിൽ എനിക്കൊരു ഭയങ്കര സിനിമയായിട്ട് തോന്നിയില്ല, ഒരു ആവറേജ് സിനിമ. എന്നാൽ തിയേറ്ററിൽ കാണാനുള്ള കുറേ എലമെൻറ്റ്സും സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദിസ് ഈസ് ദിൽജിത്ത് സൈനിങ് ഓഫ്.